നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് മുംബൈ എന്ന് പറയുന്ന ഒരു നഗരം അറിയാത്തവരായി ആരുമില്ല. ആ നഗരത്തിൽ നടക്കാത്തതായി ഒന്നും തന്നെയില്ല. എന്തും നടക്കും. അവിടെ പണത്തിനു വേണ്ടി എന്തും നടക്കും. ആ അവസ്ഥ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ആയിത്തീർന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. മുംബൈ എന്നാൽ ഒരു വലിയ നഗരമാണ്. അവിടെ പണത്തിനു വേണ്ടി എന്തും നടക്കും. അവിടെ നടക്കാത്തതായി ഒന്നും തന്നെയില്ല. ആ സ്ഥലത്തിൻ്റെ പേര് കൊച്ചി എന്നാണ്. അതായത് രണ്ടാമത്തെ മുംബൈ. മുംബൈ കൊച്ചി, ബോംബെ കൊച്ചി. ഇവിടെ ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ പുതിയൊരു ഭരണം വന്നു. നമ്മുടെ ചിരിക്കുന്ന പൂക്കി മുഖ്യമന്ത്രി വന്നു. യുവാക്കൾക്ക് ഹരമാണ്. ഇതിനിടയിൽ അവരുടെ ആദ്യത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു. അതായത് ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞു. പല പ്രഖ്യാപനങ്ങളും ഉണ്ടായി. സന്തോഷം. നല്ല അടിപൊളിയായി കേരളം മൊത്തത്തിൽ മാറട്ടെ. അതിന് ഈ UDF സർക്കാരിന് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ ഗവൺമെന്റിനെ തിരഞ്ഞെടുത്തത്. ആ വിശ്വാസം ഗവൺമെന്റ് നിലനിർത്തും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെയാണ് എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റിന് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അതിനിടയിൽ മറ്റു ചില കാര്യങ്ങളും നടന്നു. 10-20 വർഷം കൊണ്ട് നമ്മുടെ റഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ സൗദി അറേബ്യയിൽ സ്വന്തം നാട് കാണാൻ, ഇനി ഒരിക്കലും നാട് കാണാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും മലയാളികൾ, ലോകത്തുള്ള സർവ്വവിധമാനം മലയാളികൾ ജാതിയോ മതമോ ഭേദമോ ഒന്നും നോക്കിയിട്ടില്ല. അദ്ദേഹത്തിനെ കൈയഴിച്ച് സഹായിച്ച് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. ഇതിനും കുത്തിത്തിരിപ്പുമായി ചില ചാനലുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ജനൻ TV പോലെ അതിനെ അനുബന്ധിച്ച് വേറെ 1-2 ചാനലുകൾ, അത് യൂട്യൂബർ ചാനലുകളാണ് എന്ന് തോന്നുന്നു. പലപ്പോഴും ഇതിൻ്റെ റഹീമിൻ്റെ പണം പിരിച്ച് കുട്ടടിച്ചു, അതിനി വരാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല, അയാൾ അവിടെ ജയിലിൽ കിടന്ന് നരകിച്ച് മരിക്കും എന്ന് ഒത്തിരി തവണ ഒരുപാട് വീഡിയോകൾ ചെയ്ത് നമ്മുടെ PG മോഹൻദാസ അയാളും കൂടി ഇരുന്ന് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കേട്ട്. പക്ഷേ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് അവരുടെ കർണത്ത് അടി കൊടുത്തുകൊണ്ട് റഹീം തിരിച്ച് ജന്മനാട്ടിലെത്തി. ജന്മം നൽകിയ ഉമ്മയുടെ അടുത്തെത്തി, മാതാവിൻ്റെ അടുത്തെത്തി. ആ മാതൃത്വത്തെ കൊണ്ട് പറയുമ്പോഴാണ് ഇന്നലെ നടന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നാം മാതൃത്വത്തെ എത്ര വില കൽപ്പിക്കുന്നു. ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ ലോകത്ത് കൺകണ്ട ദൈവം, കൺമുന്നിൽ നിൽക്കുന്ന ദൈവമാണ് മാതാവ് പിതാവും, അല്ലേ? നമുക്ക് ദൈവം പറഞ്ഞിട്ടുള്ള മാതാ പിതാ ഗുരു ദൈവം. അപ്പോൾ മാതാവ് കഴിഞ്ഞാണ് പിതാവ്, പിതാവ് കഴിഞ്ഞ് ഗുരു, അത് കഴിഞ്ഞാണ് ദൈവം വരുന്ന. ആ ആദ്യത്തെ പടിയിൽ നിൽക്കുന്ന മാതാവ് ഇന്ന് എന്താണ് ചെയ്യുന്നത്? പണത്തിനു വേണ്ടി സ്വന്തം ഗർഭപാത്രം വിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. കോഴിക്കോട് നിന്നും വന്ന ഒരു യുവതി ഗർഭം ധരിച്ച് അവര് പുറത്തിറങ്ങി ആഹാരം അന്വേഷിക്കുന്ന സമയത്താണ് മറ്റൊരാളുമായി കണ്ടുമുട്ടുകയും അവർ സത്യാവസ്ഥ തുറന്നു പറയുകയും ഇതിനെ സഹായിച്ചതാവട്ടെ നാണം കെട്ട ഒരു ഭർത്താവ്. ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 19 വർഷം കല്യാണം കഴിഞ്ഞ് 19 വർഷം കുട്ടികളില്ലാതിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം പോയില്ല. ഒരുപാട് ടെസ്റ്റുകൾ നടത്തി, വഴിപാടുകൾ നടത്തി, ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഇപ്പോ ഇവിടെ അത് ഈ കഥ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഓർമ്മ വരുന്നത് ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ്. അതായത് 2021 ആണ് എന്ന് തോന്നുന്നു. 2021 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അത് തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളത്തിൽ വന്നാന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ കണ്ടത് തമിഴിലാണ്. ചിത്രത്തിൻ്റെ പേര് യശോദ. ആ സിനിമ കണ്ടാൽ അന്ന് വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ ആ ഒരു വിഷയം ഇന്ന് വളരെ ഗൗരവകരമായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. ആയതിനാലാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള വലിയ കാരണമായി മാറിയത്. ഒരു മാതൃത്വം, സ്ത്രീകൾ മാതൃത്വം ഒരുപാട് ഉയർത്തി പോകുന്നു. അതിനെ വില കൽപ്പിക്കാൻ നിവർത്തിയില്ല. ശരിയാണ്, മാതൃത്വത്തെ വില കൽപ്പിക്കാൻ നിവർത്തിയില്ല. ഒരു അമ്മ എന്ന് പറഞ്ഞാൽ, ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ, ഒരു മമ്മി എന്തോ ആകട്ടെ, ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ
അതിനെ ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവരൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ അവരുടെ എല്ലുകൾ മുറിയുന്ന വേദന അത് ഒരിക്കലും മറ്റൊരു മനുഷ്യനടുത്ത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനെ വേദന സഹിച്ച് പ്രസവിക്കുന്ന കുഞ്ഞിനെ പണത്തിനു വേണ്ടി മറ്റൊരുത്തന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് എവിടെയോ നിൽക്കുന്ന ഒരുത്തൻ, എവിടെയോ കിടക്കുന്ന ഒരുത്തൻ, ആരെന്ന് പോലും അറിയില്ല, എന്തെന്ന് പോലും അറിയില്ല, പണത്തിന് വേണ്ടി എഗ്രിമെന്റ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, അവരുടെ ഗർഭപാത്രത്തിൽ ഈ ആരുടെയോ ബീജം നിക്ഷേപിക്കുന്നു, 8-9 മാസം കൊണ്ട് പ്രസവമാക്കുന്നു, അല്ലെങ്കിൽ കീറി മുറിച്ച് കുഞ്ഞിനെ വെളിയിലെടുക്കുന്നു, പറഞ്ഞു വിടുന്നു. അതായത് പട്ടിയും പൂച്ചയും പ്രസവിക്കുന്നത് കണ്ടിട്ടില്ലേ? അവര് പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു 5-6 അല്ലെങ്കിൽ ഒരാഴ്ചയെ കഴിയുമ്പോഴത്തേക്ക് അവർ ഈ കുട്ടികളെ മറക്കും. ഈ കുട്ടികളെ അവർ മറക്കും, അവർ വേറെ എവിടെയെങ്കിലും പോവും. പക്ഷെ എല്ലാവരുമില്ല, മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യാറില്ല. മനുഷ്യരാവട്ടെ എല്ലാവരുമില്ല. പണത്തിനു വേണ്ടി ഇന്ന് ഗർഭപാത്രം വിൽക്കുന്ന ദമ്പതികൾ, ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. പണത്തിനു വേണ്ടി സ്വന്തം ഗർഭപാത്രം, ഈ തെരുവിൽ നിൽക്കുന്ന സ്ത്രീകൾ അവരുടെ ശരീരം വിൽക്കുന്നതിന് എന്തെല്ലാമാണ് പറയുന്നത്. അപ്പോ ഇതൊരു വലിയ ക്രിമിനൽ കുറ്റമല്ലേ? രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഈ പ്രവൃത്തി ചെയ്യുന്നത് വലിയ ഒരു ക്രിമിനൽ കുറ്റമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെ നിൽക്കുന്ന ഒരാളിൻ്റെ ഒരു ബീജമെടുത്ത് മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ ഗർഭപാത്രത്തിനകത്ത് നിക്ഷേപിച്ച്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ വിവാഹം കഴിച്ചത് തന്നെ ഒരു സ്ത്രീ ഗർഭിണി ആയാൽ അവൾ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്ക് കുഞ്ഞിനെ വേണ്ട എന്ന് ചെന്ന് പറയുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ആദ്യം അന്വേഷിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് എവിടെ? നിങ്ങളുടെ ഭർത്താവ് എവിടെ? ഈ കുട്ടിയെ അപേക്ഷണം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ആ പേപ്പറിൽ സൈൻ ചെയ്യണം. അദ്ദേഹത്തിന് സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ എടുത്തു കളയാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ ജീവനെ നശിപ്പിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ മാംസപിണ്ഡത്തെ എടുത്തു കളയാൻ പറ്റൂ എന്ന് പറയുന്ന ഡോക്ടറുള്ള നമ്മുടെ നാട്ടിൽ അനധികൃതമായി ഗർഭം ധരിച്ച് പ്രസവിച്ച് കുട്ടികളെ കൊടുത്ത് പണവും വാങ്ങി കശത്തു വെച്ച് പൊടിയും തട്ടി പോകുന്ന സ്ത്രീകൾ ഉള്ള നാടായി മാറിയിരിക്കുന്നു. അതാണ് പറഞ്ഞത്. ചുവന്ന തെരുവ് പ്രവർത്തിക്കുന്ന ബോംബെ നഗരത്തെ പറിച്ചു നട്ടിരിക്കുന്നു ഈ കൊച്ചിയിൽ. ഇപ്പോൾ അതൊരു ബോംബെയായി തീർന്നിരിക്കുന്നു. അവിടെ ഇല്ലാത്തതായിട്ട് എന്തുണ്ട്? ഈ അടുത്ത സമയത്തല്ലേ ലഹരി വേട്ട സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒരു ബോംബെയാണ്, ഒരു മുംബൈയാണ്. ഒരു കൊച്ചി ഇപ്പൊ ബോംബെ ആയി തീർന്നിരിക്കുന്നു. ഇവിടെ നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. വിഭചാരമില്ലേ? മയക്കുമരുന്നില്ലേ? സ്ത്രീകളെ വേട്ടയാടുന്നതില്ലേ? കള്ളൂടിയില്ലേ? എന്താ ഇല്ല? ഗുണ്ടായിസമില്ലേ? എല്ലാം ഉണ്ട്. എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലം, പറിച്ചു വെച്ച കൊച്ചു ബോംബെ. നമ്മുടെ കൊച്ചി, കേരളത്തിലെ ഒരു സ്ഥലം കൊച്ചി. ഇത്രയും വൃത്തികെട്ട മനുഷ്യർ ഇവിടെ ഉണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത്. പണത്തിന് വേണ്ടി ഇതിപ്പോ ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ഇന്നലെയോ ഇന്നോ ആയിട്ടോ ഈ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നു, പത്രങ്ങളിലും വന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇത് തീർത്തും ക്രിമിനൽ കുറ്റമാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ പറയുന്ന കാര്യങ്ങൾ ന്യൂസ് ചാനലുകളിൽ ഇതിനെ ക്രിമിനൽ കുറ്റമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ചൊന്ന് ഒരു നിസ്സാരമായ രീതിയിൽ ഗൂഗിളിലൊന്ന് പരിധി നോക്കിയപ്പോൾ ഇത് ഏറ്റവും വലിയ കുറ്റകരമായ ഒരു സംഭവമാണ്. ഈ കുറ്റകരമായ സംഭവം നടത്തിക്കൊണ്ടു പോകാൻ നമ്മുടെ നാട്ടിൽ ഏജൻസികൾ അവർ വാങ്ങുന്നത് മാസം തോറും 50,000 രൂപ. സ്ത്രീകളോ ഗർഭം ധരിക്കുന്നവർക്ക് കൊടുക്കുന്നത് 6 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കണം. 9 മാസം അല്ലെങ്കിൽ 10 മാസമോ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 6 ലക്ഷം രൂപ. ഈ സിനിമ കണ്ടാൽ നമ്മളെ ഞെട്ടിപ്പിക്കും. നിങ്ങൾ ആരും കണ്ടിട്ടില്ല എങ്കിൽ ഈ സിനിമയുടെ പേര് യശോദ. ഇത് തമിഴില്, തെലുങ്കില്, ഹിന്ദിയില് ഈ സിനിമയുണ്ട്. മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യഗൗരവം മനസ്സിലാവും. ഇതൊരു അവയവ കടത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സ്ഥാനത്താണ് ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഈ സ്ത്രീകൾ ഇവർ എന്തർത്ഥത്തിലാണ് മാതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ സ്ത്രീകൾക്ക് ഞാൻ ഒരു അമ്മയാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? നൊന്ത് പ്രസവിക്കുന്ന ഒരു സ്ത്രീ ആ കുഞ്ഞിനെ മറ്റൊരുത്തിന് വിലയ്ക്ക് വിൽക്കുന്നത്, അത് ഇതിനു മുമ്പ്
ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ മോഹൻലാൽ അഭിനയിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു. അറിയാം, എല്ലാവരും കണ്ടാണ്. ഒരുപാട് അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു പുതുമയായി തോന്നുന്നു. ചിത്രത്തിന്റെ പേര് ദശരഥം. 1989 എന്ന് തോന്നുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ തീർച്ചയായും അതായിരിക്കണം. സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ചിത്രമാണ് ദശരഥം. അന്ന് നമ്മൾ ഇത്രയും വലിയ ഗൗരവമായി എടുത്തില്ല. അതൊരു പുതുമയുള്ള കഥയായിരുന്നു, കാണാൻ രസമുള്ള ഒരു ചിത്രമായിരുന്നു. എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടിയിരുന്ന് ആ ചിത്രം കണ്ടു. വാടകയ്ക്ക് എടുക്കുന്ന ഗർഭപാത്രം, മോഹൻലാലിന് കുഞ്ഞിനെ വേണം, അതിന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. എന്നാൽ ഇന്ന് നാം റിയൽ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ ഗർഭം ധരിക്കുന്നു, അതിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, വിൽക്കുന്നു, പോകുന്നു. അത് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് നെടുമങ്ങാട്ട് നടന്ന ഇത് പറയാനുള്ള ഇതിന് വീഡിയോ ചെയ്യാനുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രചോദനം, അതായത് എനിക്ക് ഉണ്ടായ രോഷം. 1.5 വയസ്സായ ഒരു കുഞ്ഞിനെ സ്വന്തം മാതാവിൻ്റെ കാമുകനും ചേർന്ന് തല്ലിക്കൊന്നു. ഇന്ന് അവനെ ഈ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ജനങ്ങളുടെ രോഷം കണ്ടിട്ട് അവനെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അവന്റെ സുഖത്തിന് വേണ്ടി ആ കുഞ്ഞിനെ, 1.5 വയസ്സുള്ള കുഞ്ഞിനെ, ഈ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീ ആണോ? അല്ല, ഇവിടെ കാശ് വാങ്ങി പ്രസവിച്ചു കൊടുത്തിട്ട് പോകുമ്പോൾ ജോലിയല്ലേ? എങ്ങനെ? ഇതൊരു ജോലിയാണ്. മുമ്പൊരുക്ക ഒരു വ്യക്തി ഈ ഇലക്ഷന് നിന്ന് പറഞ്ഞ് പ്രസവിക്കുന്നത്, അത് ഞാൻ പോയിട്ട് വരട്ടെ, അത് മറ്റൊരു വശം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അന്നത്തെ സ്ത്രീകൾക്ക് അത്രയും ഗൾസ് ഉണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതിന് പകരം അയാൾ എല്ലാവരും കൂടെ ചേർന്ന് കൊന്നു. സത്യം അതല്ല. പക്ഷേ ഇന്ന് അതിന് എതിരായി നടക്കുന്ന, അതിന് ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. എവർ സ്ത്രീകളാണോ? എവർ മനുഷ്യ സ്ത്രീകളാണോ? പറയൂ നിങ്ങൾ. നൊന്ത് പ്രസവിക്കുന്ന അമ്മമാർ, ശരീരത്തിലെ എല്ലാ എല്ലുകളും ഞുറുങ്ങുന്ന ഒടിയുന്ന വേദനയോടെ പ്രസവിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറ്റൊരുത്തിന് വിറ്റിട്ടിറങ്ങി പോകുന്നു. എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്കെല്ലാം ഇതിന്? ഇവിടെ ഒരു ദമ്പതികൾ, ഭർത്താവും ഭാര്യയും കൂടി ചേർന്ന് അറിഞ്ഞുകൊണ്ടാണ് അവര് ഇതിന് ഇറങ്ങിത്തിരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പണത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തെല്ലാമാണ്. ഇവിടെ കാമുകനെ നിലനിർത്താൻ കുഞ്ഞൊരു ബാധ്യതയായി തീർന്നു. ആ കുഞ്ഞിനെ കൊന്നു. ഒന്ന് ആലോചിക്കണം. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എനിക്ക് അവരുടെ പേരറിയില്ല. അവർക്ക് മാനസികമായി ചില അസ്വസ്ഥതകളുണ്ടായിരുന്നു. അവരുടെ സമനില തെറ്റിയ സമയത്ത് അവർ ആ കുഞ്ഞിനെ ബക്കറ്റിലിട്ട്, എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും, ബക്കറ്റിലിട്ടു. പെട്ടെന്ന് ആരൊക്കെയോ വന്ന് ഈ കുഞ്ഞിനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി. ആ സ്ത്രീ പിന്നീട് മാനസികമായി ഒരുപാട് വീഡിയോകളിലും ഒരുപാട് ചാനലുകളിലും അവർ സംസാരിച്ചു. അവർക്ക് പറ്റിയ ആ ഒരു സങ്കടം, ആ ഒരു അബദ്ധം ആ അമ്മ പറയുന്നത് കേട്ടാൽ മനസ്സ് ഉള്ള ഒരു വ്യക്തിക്കും കണ്ടിരിക്കാൻ കഴിയില്ല. മനസ്സുള്ള ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ചെവിയുള്ള ഒരു വ്യക്തിക്കും അത് കേട്ടിരിക്കാൻ കഴിയില്ല. അത്രയധികം സങ്കടത്തോടു കൂടിയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. മാനസികമായി വെല്ലുവിളി നേരിടുന്ന സമയത്തായിരുന്നു ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇവിടെ സ്വബോധത്തോടു കൂടി സ്വന്തം ഗർഭപാത്രം വിറ്റ് പണം വാങ്ങി പൊടിയും തട്ടി മറന്നിട്ട് പോകുന്ന ഈ സ്ത്രീകൾ, നിങ്ങൾ സ്ത്രീകളാണോ? മനുഷ്യ സ്ത്രീകളാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മാതൃത്വം ഉള്ളതല്ല. നിങ്ങൾക്ക് മാതൃത്വം പറഞ്ഞിട്ടുള്ളതല്ല. നമ്മുടെ നാട്, നമ്മുടെ കൊച്ചി, നമ്മുടെ കൊച്ചു ബോംബെ ഇപ്പോ പലതിനും വഴികൾ മാറിയിരിക്കുന്നു. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു, എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു, എന്തെല്ലാം വരാനിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ, അമ്മമാരുണ്ടാവാം, പെങ്ങന്മാരുണ്ടാവാം, യുവജനങ്ങളുണ്ടാവാം, എല്ലാവരും, സ്ത്രീ വർഗത്തിൽപ്പെട്ട എല്ലാവരും, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എന്തെന്നാൽ എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നവരല്ല. ഇതിനു വേണ്ടി, പണത്തിനു വേണ്ടി തുണിഞ്ഞു നടക്കുന്ന സ്ത്രീകളെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും രീതിയിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം.
അടുത്തൊരു വിഷയവുമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.